എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന ടോപ്പിക്കാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അതിൽ തന്നെ ടെസ്റ്റ് കൺസേണിംഗ് മീൻ ഓഫ് എ പോപ്പുലേഷൻ. അതിലൊന്നാമത്തെ സെക്ഷൻ ഇതാണ്. നമുക്കൊരു സാമ്പിൾ തന്നിട്ടുണ്ടാകും. ആ സാമ്പിൾ ഒറിജിനലി ഏത് പോപ്പുലേഷനിൽ നിന്നാണോ വരുന്നത് ആ പോപ്പുലേഷൻ്റെ മീൻ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്, അതിനെ H0 എന്ന് ഡിനോട്ട് ചെയ്യും. H0 ഇങ്ങനെയാണ്: ദ മീൻ ഓഫ് എ പോപ്പുലേഷൻ മ്യൂ ഇസ് ഈക്വൽ ടു എ പർട്ടിക്കുലർ വാല്യൂ മ്യൂ നോട്ട്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് 3 രീതിയിലാകാം. ഒന്നുകിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട്, അല്ലെങ്കിൽ മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്, അല്ലെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എങ്ങനെയാണോ അതനുസരിച്ചാണ് ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ നമുക്ക് ആദ്യം ഒരു സാമ്പിൾ വേണം. പിന്നീട് നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഡിഫൈൻ ചെയ്തിരിക്കണം. പിന്നീട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ അതെന്താണെന്ന് അറിയണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കമ്പയർ ചെയ്താണ് നമ്മൾ ഡിസിഷനിലെത്തുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യാൻ ഒരു ടേബിൾ വാല്യൂ ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയേണ്ടത് ഒരു പോപ്പുലേഷൻ്റെ മീൻ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ നോൺ ആകാം, ചില കേസുകളിൽ അത് അൺനോൺ ആകാം. അതുപോലെ നമ്മൾ എടുക്കുന്ന സാമ്പിൾ സൈസ് ചിലപ്പോൾ ലാർജ് ആവാം, ചിലപ്പോൾ സ്മോൾ ആകാം. സാധാരണ ലാർജ് സാമ്പിൾ എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിലാണ് ആ സാമ്പിളിനെ ലാർജ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വരുന്നത് 4 കേസുകളാണ്: സിഗ്മ നോൺ, എൻ ലാർജ്, സിഗ്മ നോൺ എൻ സ്മോൾ, സിഗ്മ അൺനോൺ ആൻഡ് എൻ ലാർജ്, സിഗ്മ അൺനോൺ ആൻഡ് എൻ സ്മോൾ. അപ്പോൾ ഇത് 4 കേസായിട്ട് തന്നെ നമ്മൾ ഡീൽ ചെയ്യണം. ഈ 4 കേസുകളിലും നമ്മൾ 4 ഡിഫറെൻ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ചിലത് സിമിലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ നോൺ ആണ്, എടുത്ത സാമ്പിൾ എൻ ലാർജുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് Z is equal to x bar minus mu naught by sigma by root n എന്നുള്ളതാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ ആണ്. സിഗ്മ നോൺ ആണ്, എൻ സ്മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന് ഒരു മാറ്റവുമില്ല. Z is equal to x bar minus mu naught by sigma by root n തന്നെയാണ്. അത് ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഇനി മൂന്നാമത്തെ കേസ്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അൺനോൺ ആണ്, പക്ഷേ എടുത്ത സാമ്പിൾ സൈസ് വെരി ലാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന ടേം, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലെ സിഗ്മ എന്ന ടേം സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായ എസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അതായത് Z is equal to x bar minus mu naught by s by root n. അതായിരിക്കും ആ കേസിലെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അത് ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. നാലാമത്തെ കേസാണ് സിഗ്മ അൺനോൺ ആണ്, സാമ്പിൾ സൈസ് സ്മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അല്ല, ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനതിനെ ടി എന്ന് ഡിനോട്ട് ചെയ്യാണ്. ടി ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് 1, which follows a T distribution, student T distribution with n minus 1 degrees of freedom. ഇതാണ് 4 ഡിഫറെൻ്റ് കേസുകൾ. ഇപ്പോൾ നമുക്ക് നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസുമായി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കായി. ഇനി ക്രിട്ടിക്കൽ റീജിയൻ അറിയണം. കാരണം ക്രിട്ടിക്കൽ റീജിയനിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വീഴുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത്. നോർമലി
ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്താണ് എപ്പോഴും ഡിസിഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ക്രിട്ടിക്കൽ റീജിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്താണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1-ന് 3 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട്, അല്ലെങ്കിൽ മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്, അതും അല്ലെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്. ഒന്നാമത്തെ കേസിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്നുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ റീജിയൻ Z ഗ്രേറ്റർ ദാൻ Z ആൽഫ എന്നുള്ളതാണ്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന Z, ഇതാണ് Z വാല്യൂ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ. Z ആൽഫ എന്ന് പറയുന്ന ടേബിൾ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിലാണ് H നോട്ട് റിജക്റ്റ് ചെയ്യേണ്ടത്. മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് എന്നുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എങ്കിൽ Z ലെസ് ദാൻ മൈനസ് Z ആൽഫ എന്നുള്ളതായിരിക്കും ക്രിട്ടിക്കൽ റീജിയൻ. മൂന്നാമത്തെ ടൈപ്പ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് നമുക്കുള്ളതെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ മോഡ് Z ഗ്രേറ്റർ ദാൻ Z ആൽഫ ബൈ 2 എന്നതായിരിക്കും. ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസ് വെച്ചിട്ടാണ് ഞാൻ Z വെച്ച് പറഞ്ഞത്. ഇനി നാലാമത്തെ കേസിലാണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയന് മാറ്റമൊന്നുമില്ല, സൈനിന് മാറ്റമൊന്നുമില്ല. Z വിൽ ബി റീപ്ലേസ്ഡ് ബൈ T. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ക്രിട്ടിക്കൽ റീജിയൻസ് വിൽ ബി ഐദർ Z greater than Z alpha, Z less than minus Z alpha, and mod Z greater than Z alpha by 2, or T greater than T alpha, T less than minus T alpha, modulus T greater than T alpha by 2. ഈ ഓരോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനുള്ള ക്രിട്ടിക്കൽ റീജിയൻ ആണ് പറഞ്ഞത്. ഇത് നാലാമത്തെ കേസിന് മാത്രം, അതായത് സിഗ്മ അൺനോണും n സ്മോളും ആവുമ്പോൾ മാത്രമാണ് T യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി Z ആൽഫ T ആൽഫ, Z ആൽഫ ബൈ 2 T ആൽഫ ബൈ 2 വാല്യൂസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ടേബിൾ വാല്യൂസ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് ദി ടെസ്റ്റ് ഇസ് ഈക്വൽ ടു ആൽഫ ആകുന്ന രീതിയിലാണ്. അതായത് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആൽഫയാകണം. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് reject H naught when H naught is true. It should be alpha. അങ്ങനെയാണെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് പറയുന്ന ഈ കേസിൽ Z ആൽഫ T ആൽഫ വാല്യൂസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Z ഞാൻ പറഞ്ഞു, Z ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ആകുമ്പോഴാണ് അതിനെ Z കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ T ആണെങ്കിൽ അതിനെ സ്റ്റുഡൻറ്റ് T ആണെങ്കിൽ അതിനെ T കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത് അതാത് ടേബിളിൽ നിന്നാണ്. Z വാല്യൂസ് അല്ലെങ്കിൽ Z ആൽഫ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്നും, T ആൽഫ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് സ്റ്റുഡൻറ്റ് T ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ നിന്നുമാണ്. Z ആൽഫ വാല്യൂ ഇവിടുന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പ്രോബബിലിറ്റി റിജക്ട് H നോട്ട്, ഇവിടുത്തെ റിജക്ഷൻ റീജിയൻ Z ഗ്രേറ്റർ ദാൻ Z ആൽഫ എന്നുള്ളതാണ്. സോ പ്രോബബിലിറ്റി Z ഗ്രേറ്റർ ദാൻ Z ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ ആകുന്ന രീതിയിൽ Z ആൽഫ കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ T ആൽഫയാണ് നമുക്ക് വേണ്ടതെങ്കിൽ or probability T greater than T alpha is equal to alpha. T alpha value student table distribution നോക്കിയും Z alpha value standard normal table value നോക്കിയും വേണം കണ്ടുപിടിക്കാൻ. രണ്ടാമത്തെ കേസിലാണെങ്കിൽ T less than minus T alpha എന്നുള്ളതാണ്, അല്ലെങ്കിൽ Z less than minus Z alpha എന്നുള്ളതാണ് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എങ്കിൽ Z ആൽഫയും T ആൽഫയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ക്രിട്ടിക്കൽ റീജിയൻ ആ രീതിയിൽ തന്നെ കൊടുത്തുകൊണ്ടാണ്. പ്രോബബിലിറ്റി Z ലെസ് ദാൻ മൈനസ് Z ആൽഫ ഈക്വൽ ടു ആൽഫ, ഓർ പ്രോബബിലിറ്റി T ലെസ് ദാൻ മൈനസ് T ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ. ഇനി മൂന്നാമത്തേതാണ് കേസെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോട്ട് ഈക്വൽ, ടു സൈഡഡ് ആണെങ്കിൽ, നോട്ട് ഈക്വൽ കേസിനെ നമ്മൾ ടു സൈഡഡ് കേസ് എന്നാണ് പറയുന്നത്. ടു സൈഡഡ് ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ Z ആൽഫ ബൈ 2 T ആൽഫ ബൈ 2 കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി mod Z greater than Z alpha by 2 is equal to alpha, or probability mod T greater than T alpha by 2 is equal to alpha. ഈ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. T ഡിസ്ട്രിബ്യൂഷൻ്റെയും Z ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും ടേബിൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാം.
അങ്ങനെ സെഡ് ആൽഫ ബൈ ടുവും ടി ആൽഫ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പാരിസൺ മാത്രമാണ് ചെയ്യുന്നത്. കാൽക്കുലേറ്റഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ആണോ എന്ന് നോക്കും ഒന്നാമത്തെ കേസിൽ. അങ്ങനെയാണെങ്കിൽ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യും, അതർവൈസ് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാൻ നമുക്ക് മതിയായ തെളിവുകളൊന്നും ഇല്ല എന്ന് എഴുതും. രണ്ടാമത്തെ കേസിൽ നമ്മുടെ കാൽക്കുലേറ്റഡ് സെഡ്, അതായത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ മൈനസ് സെഡ് ആൽഫയെക്കാളും ലെസർ ആണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യും, അതർവൈസ് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതും. മൂന്നാമത്തെ കേസിൽ കമ്പാരിസൺ ഇങ്ങനെയാണ്. മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ 2 ആണോ എന്ന് നോക്കും. ആണെങ്കിൽ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ നിർവാഹമില്ലാതെ എഴുതും. ഇതാണ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിന്റെ ഒരു പ്രൊസീജിയർ. അപ്പം നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലം വഴി ഇത് കൂടുതൽ ക്ലിയർ ആക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രോബ്ലം വഴി ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് കുറച്ചുകൂടി ക്ലിയർ ആക്കി പറഞ്ഞു തരാം. ഓക്കെ, നൗ താങ്ക് യു ഫോർ വാച്ചിങ്.